ഇയാൾ കൂടുതലൊന്നും പറയണ്ട. നമ്മുടെ ആശാൻ ചെയ്ത പടങ്ങളിലെ എല്ലാവരുടെയും ഫേവറേറ്റ് അത് ഞാനാ. അപ്പോൾ ഓസ്കാർ കിട്ടിയ ഞാനോ? തനിക്ക് ഓസ്കാറോ? അല്ല, എൻ്റെ പാട്ടിന്. സത്യം പറയാലോ, തൻ്റെ ഇൻ്റർവൽ ബ്ലോക്ക് കണ്ട് ഞാനിങ്ങനെ വാ വിളിച്ചിരുന്നുണ്ട്. പക്ഷെ ബാക്കി മൊത്തം കുഴപ്പമാണ്. ആ ക്ലൈമാക്സിലെ കാട്ടിക്കൂട്ടലിൻ്റെ കാര്യമൊന്നും ഞാനിവിടെ പറയുന്നില്ല. പന വളച്ച കാര്യമൊന്നും ഞാനും ഇവിടെ പറയുന്നില്ല. പിന്നെ താൻ ഒറ്റൊരുത്തം കാരണമാണ് ഇവിടെ ഷോർട്ട് ഫിലിമിന് ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടായത്. എന്നാ താൻ പറ, ആരാ എല്ലാവരുടെയും ഫേവറേറ്റ്? അതെനിക്കറിയില്ല. പക്ഷെ ഇപ്പം എല്ലാവരും കാത്തിരിക്കുന്നത് അവൻ്റെ വരവിനാണ്. ആരാ? മഗധിര റീ റിലീസാണോ? അല്ല, അവൻ. വാരാണസി, നമ്മുടെ രാജമൗലി മഹേഷ് ബാബു കൂട്ടുകെട്ടിൽ വരുന്ന ഏറ്റവും പുതിയ ചിത്രം. അതിൻ്റെ ഒരു ഗ്ലിംസ് റീസെൻ്റ്ലി കഴിഞ്ഞ ദിവസം റിലീസായിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മുടെ രാജുവേട്ടനുണ്ട്, പ്രിയങ്ക ചോപ്ര ഉണ്ട്. ബാക്കിയുള്ള കാസ്റ്റുകളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒന്നും ഒരു പുറത്തു വിട്ടിട്ടില്ല. പക്ഷെ ആ ഒരു ഗ്ലിംസിൽ ഈ ഒരു പടത്തിൻ്റെ ഒരു സ്കെയിൽ എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അവർ കാണിച്ചു തരുന്നുണ്ട്. അവരുടെ ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്, ഒരുപാട് ആളുകൾ ഇങ്ങനെ അപ്ഡേറ്റ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇതുപോലൊരു അനൗൺസ്മെന്റ് വീഡിയോയിലൂടെ ആ സിനിമയുടെ ഒരു സ്കെയിൽ എന്താണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് കാണിച്ചു കൊടുക്കുക. അതാണ് അവർ ഒരു ഗ്ലിംസ് കൊണ്ട് അവർ ഉദ്ദേശിച്ചത്. പക്ഷെ ആ ഗ്ലിംസ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് വളരെ വളരെ വലുതായിപ്പോയി. അങ്ങനെ ഒരു പടത്തിന് ഒരു പരിധിക്ക് അപ്പുറം തൊട്ട് എക്സ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നപ്പോൾ ഒരു രാജമൗലി പടത്തിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എന്താണ് അദ്ദേഹം പുൾ ഓഫ് ചെയ്യാൻ പോകുന്നുള്ളത്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനും കുറച്ചുകൂടെ മുകളിൽ എപ്പോഴും തരുന്ന ഒരാളാണ്. ഇപ്പം RRR പോലൊരു സിനിമയിൽ അതിൻ്റെ ഒരു ഇന്റർവെല്ല് കൊണ്ട് തന്നെ എനിക്ക് എത്രയാണോ ഞാൻ ആ ഒരു പടം കാണാൻ വേണ്ടിയിട്ട് കൊടുത്തത്, അത് വർത്തായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബട്ട് അതിൻ്റെ ഒരു ക്ലൈമാക്സ് ആയിട്ട് സെക്കൻഡ് ഹാഫ് ഒക്കെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരാളും അല്ല. എന്നാൽ പോലും അത് മേക്ക് ചെയ്ത് വെക്കുന്നത് രാജമൗലി മിനിമം ഒരു ഗ്യാരണ്ടി ഉള്ള ഒരാളാണ്. പക്ഷെ ഈ ഒരു സിനിമയുടെ ഒരു ആ ഒരു ഗ്ലിംസ് കണ്ടപ്പോൾ ഇതിൻ്റെ ഒരു സ്കെയില് ആദ്യം അവർ പറഞ്ഞ ഒരു ഗ്ലോബ് ട്രോട്ടർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ്. അതൊരു നമ്മുടെ ഇംഗ്ലീഷ് സിനിമയിൽ പറയുകയാണെങ്കിൽ ഇന്ത്യാന ജോൺസ് ഒക്കെ പോലത്തെ ഒരു കൺസെപ്റ്റ്, ഒരുപാട് രാജ്യങ്ങളിൽ സഞ്ചരിക്കുന്ന ഒരു സഞ്ചാരി. അതിനകത്തൊരു ബേസിക് പരിപാടി എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു വെപ്പണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പല പല രാജ്യങ്ങളിൽ പോകുന്നു. അത് പ്രൊട്ടക്ട് ചെയ്യാൻ കുറച്ച് ആളുകളുണ്ടാവും, അതിനെ കണ്ടുപിടിക്കാൻ കുറച്ച് ആളുകളുണ്ടാവും. അങ്ങനത്തെ ഒരു കൺസെപ്റ്റാണ് അദ്ദേഹം, എനിക്ക് തോന്നുന്നു കുറെ നാളുകൾക്ക് മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ ആ ഒരു ടൈപ്പ് ഒരു സിനിമയായിരിക്കും അദ്ദേഹം പ്ലാൻ ചെയ്യുന്നതാണ് പറഞ്ഞിരുന്നത്. അതിന്റെ ഒരു അനൗൺസ്മെന്റും ഫസ്റ്റ് ഈ പറഞ്ഞ ഒരു ഹാഷ്ടാഗ് ഒക്കെ വന്നപ്പോഴത്തേക്ക് ഏകദേശം അത് തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിച്ചത്. പക്ഷേ ഈ ഒരു സിനിമയുടെ ഈ ഒരു അനൗൺസ്മെന്റ് വീഡിയോ കണ്ടപ്പോഴത്തേക്ക് അതിനകത്തൊരു ടൈം ട്രോട്ടർ എന്ന് പറയുന്ന ഒരു പുതിയൊരു ഹാഷ്ടാഗ് കൂടെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു പടത്തിനൊരു പഴയ കാലമായിട്ടൊരു ബന്ധം ഒരു കണക്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഏതാണ് കൽക്കി എന്ന് പറയുന്ന സിനിമയുടെ അത് കണ്ടിട്ടുള്ളവർക്കറിയാം. അതൊരു മഹാഭാരതത്തിന്റെ ഒരു എൻഡിൽ തുടങ്ങിയിട്ട് പിന്നെ കാണിക്കുന്ന ഒരു ഫ്യൂച്ചർ നടക്കുന്ന ഒരു കഥയായിട്ടാണ്. അതിന് സിമിലർ ആയിട്ടാണ് ഈ ഒരു പടവും. ഇത് രാമായണമായിട്ട് ഈ ഒരു സിനിമയ്ക്ക് ഒരു കണക്ഷൻ ഉണ്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനകത്ത് ആ ഒരു ഇവന്റിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, മഹേഷ് ബാബുവിനെ രാമനായിട്ട് കണ്ടപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടൊരു ഗൂസ് ബംസ് മൊമെന്റ്സ് ഒക്കെ ആയിരുന്നു. സോ രാമായണം ആ ഒരു കാലഘട്ടത്തിലായിരിക്കാം ഈ ഒരു സിനിമ തുടങ്ങുന്നത്. പിന്നീട് പ്രസന്റിലേക്ക് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിരിക്കത്തില്ല ഈ ഒരു സിനിമ, നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലുള്ള അതായിരിക്കും ബാക്കിയുള്ള കഥ വരുന്നത്. പക്ഷെ ഇതിൻ്റെ ഒരു പാസ്റ്റും ഒരു ആ സിനിമ തുടങ്ങുന്നത് ആ ഒരു ത്രേതായുഗം എന്നൊക്കെ പറയുന്ന കാലഘട്ടം, അത് രാമായണം നടക്കുന്ന ഒരു കാലഘട്ടവും ആ ഒരു ഗ്ലിംസിന്റെ ഒരു പോയിന്റിൽ കാണിക്കുന്നുണ്ട് രാമനായിട്ട് അദ്ദേഹം നിൽക്കുന്നതും. അതുപോലെ വാരാണസിന്ന് എഴുതിയിരിക്കുന്ന ഒരു ഫോണ്ടിന്റെ മുകളിൽ ഒരു അമ്പും വില്ലും കൊടുത്തിട്ടുണ്ട്. സോ അതിനൊരു രാമായണം കണക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഒരു ക്യാരക്ടറൈസേഷനിലേക്ക് വന്നപ്പോഴത്തേക്ക് അത് രാമന്റെ തന്നെ ഒരു കൺസെപ്റ്റ് ആയിരിക്കും ഇവിടെ കൊണ്ടുവരുന്നത്. പക്ഷെ ഇതിനകത്ത് നമ്മുടെ മഹേഷ് ബാബുവിന്റെ ഒരു ക്യാരക്ടർ എടുക്കുമ്പോഴത്തേക്ക് അത് രാമനല്ല, ഒരു ശിവന്റെ ഒരു കൺസെപ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. ഒരു നന്ദി, അദ്ദേഹത്തിന്റെ കയ്യിലൊരു ശൂലം, പിന്നെ പേര് രുദ്ര എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. സോ അത് ശിവന്റെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു പേരാണ്. സോ രാമായണവും ഉണ്ട്, ശിവനും ഉണ്ട്. അതിപ്പോ അങ്ങനെയൊക്കെയുള്ള ഒരു ബ്ലെൻഡാണ് അവർ കൊണ്ടുവരുന്നത്. അത് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഒരുപാട് ആളുകൾ പറയും ഒരു റിലീജിയസിനെ ഒരുപാട് പിടിക്കുന്നുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ പോലും നമ്മുടെ രാജമൗലി അങ്ങനെ ഒരു പരിധിക്ക് അപ്പുറത്തോട്ട് ഓവറാക്കി ചെലവാക്കാറില്ല. അത് ഭയങ്കരമായിട്ട് അതെനിക്ക് തോന്നിയിട്ടുള്ളതാണ്. ഇപ്പം ഒരുപാട് പേര് ക്രിട്ടിസൈസ് ചെയ്തൊരു സീനാണ് നമ്മുടെ RRRലെ ആ രാമനായിട്ട് ഒരുങ്ങി വരുന്ന ഒരു സാധനം. അത് ആക്ച്വലി സീതാരാമരാജു എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പഴയ ഒരു ഹിസ്റ്ററിക്കകത്ത് അദ്ദേഹം ധരിക്കുന്ന ഒരു വേഷം എന്ന് പറയുന്നത് അതാണ്. അങ്ങനെയാണ് അദ്ദേഹം നടക്കുന്നത്. രാമൻ മീൻസ് ഒരു കാവി ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത്. പക്ഷെ ഈ സിനിമ RRR സിനിമയിൽ ടോട്ടലി വേറെ ആയിട്ടൊരു അർബൻ രീതിയിലുള്ള ഒരു രാംചരന്റെ ആ ക്യാരക്ടർ അങ്ങനെയാണ് ആദ്യം മുതലേ കാണിക്കുന്നത്. സോ ഈ ഒരു ട്രാൻസിഷൻ അവർക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സീൻ വെച്ചതെന്നൊക്കെയാണ് രാജമൗലി പറയുന്നത്. പക്ഷെ അതിനെ ഒരുപാട് പേര് വിമർശിച്ചിട്ടുണ്ട്.
ഈക്വലി അതിന് ഒരുപാട് ഫാൻസ് ഉള്ള പോലെ അതിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുമുണ്ട്. പക്ഷെ ഈ സിനിമയിലും അങ്ങനെ ഒരു എലമെന്റ് ഉണ്ട്, റിലീജിയസ് എലമെന്റ് ഇതിനകത്തുണ്ട്. എന്നാൽ പോലും കൽക്കി സിനിമയിൽ നമുക്ക് ഒരു പരിധിക്ക് അപ്പുറത്തോട്ട് റിലീജിയസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് അതിന്റെ കഥ അവർ പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതി അങ്ങനെയാണ്. പിന്നെ ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്തതും ആ ഒരു ഇവന്റ് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയെന്ന് വെച്ചാൽ, ഇതിനകത്ത് കീരവാണി, അദ്ദേഹം മ്യൂസിക് ഡയറക്ടറാണ്, രാജമൗലി സാറിന്റെ ചേട്ടനുമാണ്. സോ അദ്ദേഹം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നുണ്ട്. ഞാൻ ആ ഇൻട്രൊഡക്ഷൻ കണ്ടപ്പോൾ ഏത് ക്യാരക്ടറിന് ഇൻട്രൊഡക്ഷൻ ആണ് അദ്ദേഹം കൊടുക്കാൻ പോകുന്നത്? അത് നമ്മുടെ വില്ലൻ ക്യാരക്ടറാണ്, അതായത് നമ്മുടെ രാജുവേട്ടൻ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അത് എത്ര പവർഫുൾ, അതിനകത്ത് ഭയങ്കര ക്രൂരനായിട്ടൊരു മാഡ് സയന്റിസ്റ്റ് എന്നൊരു കൺസെപ്റ്റിലാണ്. അത് ഭയങ്കര, അതിന് പ്രിയങ്ക ചോപ്ര ആയിക്കോട്ടെ അവരെല്ലാം പറയുന്നുണ്ട് ആ ഒരു ക്യാരക്ടർ ഭയങ്കര റൂത്ത്ലെസ് ആയിട്ടുള്ളൊരു ഭയങ്കര കൊടൂര വില്ലൻ ആയിരിക്കും എന്നാണ്. അദ്ദേഹം ഒരു സയന്റിസ്റ്റ് ആയതുകൊണ്ട് എനിക്കൊരു ഏകദേശം ഒരു രൂപം എന്ന് വെച്ചാൽ ഇതൊരു എന്തെങ്കിലും ഒരു ആയുധം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് പഴയ കാലത്തുള്ള ഒരു, നിങ്ങൾ മിറായ് എന്ന് പറയുന്ന റീസെന്റ് ഇറങ്ങിയൊരു സിനിമയുണ്ട്, അതിനകത്ത് മിറായ് എന്ന് പറയുന്ന ഒരു ഇത് എങ്ങനെയാണ് വന്നെന്നുള്ളതിന് ഒരു റിലീജിയസ് കണക്ഷൻ ഉണ്ട്. പക്ഷെ അതുപോലെ എന്തോ ഒരു ഒബ്ജക്റ്റ് തേടി നടക്കുന്ന ഒരു സയന്റിസ്റ്റ്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരിക്കണം ഒരു പരിധി വരെ നമ്മുടെ മഹേഷ് ബാബു എന്ന ക്യാരക്ടർ. അതിന് പിന്നീട് അദ്ദേഹം അതിന്റെ എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം തിരിയുന്നു. അങ്ങനത്തെ ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ ആയിരിക്കാം, ചുമ്മാ ജസ്റ്റ് ഗസ് ചെയ്ത് മാത്രമാണ്, അത് പടമായിട്ടൊരു ബന്ധം ഉണ്ടാകണമെന്നില്ല. പക്ഷെ എന്നാൽ പോലും അങ്ങനെ ഒരു ഇന്ത്യാന ജോൺസ് ഒക്കെ ഇൻസ്പയർഡ് ആവുമ്പോൾ മോസ്റ്റ്ലി അത് എപ്പോഴും അങ്ങനെയാണ്. ഇന്ത്യാന ജോൺസിന്റെ സിനിമകൾ കണ്ടിട്ടുള്ളവർക്കറിയാം, അത് അങ്ങനെ ഒരു, അത് പഴയ കാലത്തു നിന്ന് വരുന്ന ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ആയുധം, അങ്ങനത്തെ ഒരു കാര്യം തേടി നടക്കുന്ന ഒരു കൂട്ടം ആളുകൾ, അതിനെ സഹായിക്കുന്ന ഒരാളായിരിക്കാം അല്ലെങ്കിൽ അതിനെ എതിർക്കുന്ന ഒരാളായിരിക്കും ഇന്ത്യാന ജോൺസിന്റെ ക്യാരക്ടർ. സോ അതുപോലെ അങ്ങനത്തെ ഒരു സംഭവമാണ്. പക്ഷെ ഇതിന്റെ ഒരു ടൈം ട്രാവൽ ഒക്കെ ഇതിനകത്ത് അദ്ദേഹം കൊണ്ടുവരുന്നുണ്ടോ എന്നുള്ളതാണ്. അതോ ഈ മിറായി പോലെ പഴയ കാലത്ത് ഒരു കഥ കാണിച്ചിട്ട് അതെങ്ങനെയാണ് ഫ്യൂച്ചറിൽ ഈ ഒരു ആയുധം അല്ലെങ്കിൽ ഈ ഒരു ഒബ്ജക്റ്റ് എങ്ങനെ ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ എങ്ങനെ അത് യൂസ് ആവും, അത് ഒരേ സമയം ഈ ഒരു ഒബ്ജക്റ്റ് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമായിരിക്കും, മോശം കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും. ആ ഒരു നെഗറ്റീവ് ഷെയ്ഡ് വരുന്നു, അതിനെ എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നു, അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം നമ്മുടെ മഹേഷ് ബാബുവിന്റെ ക്യാരക്ടർ വരുന്നത്. സോ ഈ ഒരു സിനിമയുടെ ഒരൊറ്റ ഒരു അനൗൺസ്മെന്റ് കൊണ്ട് ഈ സിനിമ രാജമൗലി, NSS രാജമൗലി ഫിലിം എന്നാണ് എപ്പോഴും എല്ലാ സിനിമയുടെയും ഒരു ടാഗ് ലൈൻ ആയിട്ട് കൊടുക്കുന്നത്. സോ അത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു ആന്റിസിപ്പേഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഒരു എക്സ്പെക്ടേഷൻ നമ്മളെ ഹൈ ആക്കുന്നതും, ഇതൊരു മഹേഷ് ബാബു സിനിമയായോ അല്ലെങ്കിൽ ഇതൊരു പൃഥ്വിരാജ് സിനിമയായോ അല്ലെങ്കിൽ ഒരു പ്രിയങ്ക ചോപ്ര സിനിമ, അതിലൊക്കെ ഉപരി ഇതൊരു SS രാജമൗലി സിനിമയാണ്. അത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്. സോ അത് ഭയങ്കരമായിട്ടുള്ള എക്സ്പെക്ടേഷൻ കൂട്ടി. എസ്പെഷ്യലി ആ ഒരു വിഷ്വൽ അതിനകത്ത് കാണിച്ചിരിക്കുന്നത്, അത് എൻറ്റയർ ആ ഒരു വീഡിയോ 3D ചെയ്തിരിക്കുന്നത്. എക്സെപ്റ്റ് നമ്മുടെ മഹേഷ് ബാബുവിന്റെ മുഖം കാണിക്കുന്ന അദ്ദേഹം ഉള്ള പോർഷൻ മാത്രമാണ് 3D അല്ലാത്തത്. അദ്ദേഹം റിയൽ ആണ്, ബാക്കി എൻറ്റയർ കാര്യം 3D ആണെന്നും അത് ഒരുപാട് സമയമൊക്കെ എടുത്തിട്ടാണ് ആ ഒരു വീഡിയോ റെൻഡർ ചെയ്ത് ഔട്ട് എടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇത്രയും അതായത് ജനുവരി മാർച്ചിൽ എന്തോ ആണ് ഇത് അനൗൺസ് ചെയ്യാനിരുന്നത്. പക്ഷെ ഒരു വീഡിയോ അവൈലബിൾ ആകാത്തത് കൊണ്ട് ഈ ഒരു നവംബർ 15 മാറിയതാണെന്ന് പറയുന്നത്. സോ അത്രയും വലിയൊരു വർക്ക് ഇതിന്റെ പിന്നിലുണ്ട്. രാജമൗലി എന്താണ് അത് നമ്മൾ പറയാറുണ്ട്, എന്നടാ പണ്ണപ്പോലെ, അത് കറക്റ്റായിട്ട് രാജമൗലി അത് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരാളാണ്. സോ ഈ ഒരു സിനിമയ്ക്ക് പല ആളുകളും ഇനി പറയുമ്പോൾ ഈ സിനിമ ഇന്ത്യൻ സിനിമയുടെ 3000 കോടി കളക്ട് ചെയ്യും, 4000 കോടി കളക്ട് ചെയ്യും. എന്നെ സംബന്ധിച്ച് ഞാൻ അതൊന്നും ബോധമായിട്ടല്ല. എനിക്കത് ആ സിനിമ ഒരു 3000 കോടി കളക്ട് ചെയ്യുന്നു, 4000 കോടി കളക്ട് ചെയ്യുന്നു എന്നെ സംബന്ധിച്ചൊന്നുമല്ല. ഞാൻ കൊടുക്കുന്ന ഒരു 200 അല്ല 250 രൂപയ്ക്ക് തിയേറ്ററിൽ പോയി ഞാൻ കാണുമ്പോൾ എനിക്ക് അത് വർത്താണെന്ന് എനിക്ക് തോന്നിയാൽ മാത്രം മതി. അത് രാജമൗലി പടങ്ങളിൽ എനിക്ക് ഒരിക്കലും അത് കിട്ടാതിരുന്നിട്ടില്ല. എല്ലാ രാജമൗലി പടങ്ങളിലും ഈവൻ ചിലൊരു സീൻ, ഇപ്പം RRR ഞാൻ പറയുകയാണെങ്കിൽ ആ അനിമൽസ് ചാടുന്ന ഒരു സീനോട് കൂടി ഞാൻ ഓക്കെയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ തിയേറ്ററിൽ നോർമലി ഇരുന്ന ഒരാൾ ഞാനിങ്ങനെ കണ്ടുന്നിട്ടേ അങ്ങനെ ഇരുന്ന ഒരാളാണ് ആ ഒരു സീൻ കണ്ട്. അങ്ങനെയാണ് രാജമൗലി എന്ന് പറയുന്ന ഒരാൾ. അത് ഓഡിയൻസിനെ എവിടെ കൈയടിപ്പിക്കണമെന്ന് വളരെ വ്യക്തമായിട്ടും ഒരു ക്യാരക്ടറുമായിട്ട് എങ്ങനെയൊന്നും ഇമോഷണലി കണക്ട് ആക്കണമെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാം. അതുപോലെ നല്ല നല്ല ക്യാരക്ടറൈസേഷൻസ് കൊണ്ടുവന്നിട്ടുള്ള ആളാണ് രാജമൗലി എന്ന് പറയുന്നത്. സോ എനിക്ക് രാജമൗലിയുടെ വാരാണസി അങ്ങനെ വിശേഷിപ്പിക്കാനാണ് ഒരു ഇഷ്ടം എന്ന് പറയുന്നത്. അത് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ എക്സൈറ്റഡ് ആയിരിക്കുന്നതും വെയിറ്റ് ചെയ്യുന്നതും. 2027 സമ്മറിലായിരിക്കുമെന്നാണ് ആ ഒരു ഇവന്റിൽ കിരവാണി സാർ അദ്ദേഹം പറയുന്നത്. സോ 2 വർഷം ഓൾമോസ്റ്റ്, ഇനി 2 വർഷമല്ല, 1 വർഷം 1.5 വർഷത്തിനുള്ളിൽ അത് വരും. സോ അതിന്റെ ഒരുപാട് ബാക്കിയുള്ള വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് വരണമെന്നൊന്നുമില്ല, വരുന്ന സമയത്ത് നല്ല ബെസ്റ്റ് ഒരു സാധനം കൊണ്ടുവന്നാൽ മാത്രം മതി. സോ രാജമൗലി എന്ന് പറയുന്ന
അദ്ദേഹം ഇന്ത്യൻ സിനിമയ്ക്ക് ഒരുപാട് പുതിയ പുതിയ വഴികൾ തുറന്നിട്ട ഒരാളാണ്, പുതിയ പുതിയ സാധ്യതകൾ തുറന്നിട്ട ഒരാളാണ്. സോ അദ്ദേഹത്തിന്റെ ഒരു വിഷൻ എന്ന് പറയുന്നത്, എങ്ങനെയാണ് ആ മനുഷ്യൻ ഇതൊക്കെ ചിന്തിച്ചു കൂട്ടുന്നത് എന്നുള്ളത്. ഒരു നോർമൽ ഒരു തെലുഗു റീജിയണൽ ഡയറക്ടർ ആയിരുന്ന അദ്ദേഹം ഇപ്പോൾ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ബെസ്റ്റ് ഡയറക്ടേഴ്സ് എടുത്തു വെച്ചാൽ, അത് ഏത് കാലഘട്ടത്തിൽ എടുത്തു വെച്ചാലും അദ്ദേഹം ഉണ്ടാവും. സോ ആ ഒരു വാരാണസി എന്ന് പറയുന്ന സിനിമയിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഒരു പരിധിക്കപ്പുറത്തോട്ട് ഞാൻ എക്സ്പെക്ടേഷൻ വെക്കുകയാണ്. ബിക്കോസ് ആ ഒരു അനൗൺസ്മെന്റ് വീഡിയോ, അതിന്റെ വിഷ്വൽസ് എല്ലാം എന്നെ ഭയങ്കരമായിട്ട് ഓക്കെ സംഭവർക്ക് എന്ന് പറയുന്ന രീതിയിലേക്ക്. സോ അതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത്. ബിഗ് സ്ക്രീനിൽ കാണാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ഇതിലാണ്. അതൊരു പുതിയൊരു റേഷ്യോയിലായിരിക്കും വരുന്നത്, ഐമാക്സിൽ വരുന്നതിൻ്റെ ഒരു ഇന്ത്യയിൽ അങ്ങനെ ചെയ്തിട്ടില്ലാത്തൊരു റേഷ്യോയിലാണ്, ഫുൾ സ്ക്രീനിൽ വരുന്ന ഒരു ഇതാണ്. അത് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് ഇതിന്റെ ടീസർ ആയിക്കോട്ടെ, ട്രെയിലറുകളായിക്കോട്ടെ, മറ്റ് അപ്ഡേറ്റുകളായിക്കോട്ടെ, ബാക്കിയുള്ള കാസ്റ്റ് ആൻഡ് ക്രൂ, ഇത് സിനിമ അത്രയും വലുതാകുമ്പോൾ അത്രയും വലിയ കാസ്റ്റ് ആൻഡ് ക്രൂ വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു 3 ക്യാരക്ടേഴ്സിനെ മാത്രമേ ഒരു നമ്മുടെ പൃഥ്വിരാജോടൻ ചെയ്യുന്ന കുംഭ എന്ന് പറയുന്ന ക്യാരക്ടർ, പ്രിയങ്ക ചോപ്ര മാം ചെയ്യുന്ന മന്ദാകിനി എന്ന് പറയുന്ന ക്യാരക്ടർ, മഹേഷ് ബാബു സാർ ചെയ്യുന്ന രുദ്ര എന്ന് പറയുന്ന ക്യാരക്ടർ, ഈ 3 ക്യാരക്ടേഴ്സ് മാത്രമേ ഇപ്പോൾ അവർ കറന്റ്ലി അനൗൺസ് ചെയ്തിട്ടുള്ളൂ. സോ ഈ ഒരു വേൾഡ് എത്ര വലുതാണെന്നുള്ളത് 3.5 മിനിറ്റുള്ള ഒരു വീഡിയോയിൽ മനസ്സിലാവും. സോ എത്ര ക്യാരക്ടേഴ്സ് ഇനി വരാനിരിക്കുന്നു, ഈ ഒരു സിനിമ എത്രത്തോളം വലുതാകാനിരിക്കുന്നു എന്ന് കാണാനിരിക്കുന്നേ ഉള്ളൂ. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നിങ്ങൾ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കാര്യം കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എന്താണ് ഈ ഒരു സിനിമയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക.